ഹലോ, ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഞാനൊരു ചെമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാബീൻ ബോൾസാണ്. ചെറിയ ബോൾസാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വലുതുണ്ട്, പക്ഷേ ചെറുതാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു 5-6 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കണേ. അന്നേരം ഇതുപോലെ ഒന്ന് കളറെല്ലാം ഒന്ന് മാറി പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതൊന്നും വെള്ളമെല്ലാം ഇതുപോലെ വെള്ളം പിഴിഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് പിഴിഞ്ഞ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്കിതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചൂടുള്ള എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും എല്ലാം അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്